ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ, ഇപ്പോൾ ഞാനും വിശേഷത്തിൽ വന്നിട്ട് കുറച്ച് ദിവസമായി. കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തിരക്കിയൊന്നും എല്ലാവർക്കും അറിയില്ല. നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ ഇറക്കി അതിൻ്റെ പിന്നാലെ ആയിട്ട് അപ്പോൾ വീഡിയോ കോളൊക്കെ ആയിട്ടേ. അപ്പോൾ നേരത്തെ കമൻറ്റിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മൾ വിശേഷം മാക്സി കച്ചവടം അങ്ങനെ പരസ്യം ചെയ്യണ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ അത് ചെയ്യണില്ല. അത് ഇനി മാക്സി കച്ചവടം പറയില്ല. ഇടയ്ക്ക് നമ്മൾ ഇപ്പോൾ ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നമ്മൾ വാട്സാപ്പ് നമ്പറൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചാൽ നമ്മൾ തരും. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഷോർട്ടിലിടാം കേട്ടോ. ഇപ്പോൾ ലെങ്ത് വീഡിയോയിൽ ഈ വലിയ വിശേഷത്തിൽ നമ്മളെ വിശേഷം മാത്രമേ ചെയ്യണുള്ളൂ, ഡ്രസ്സിൻ്റെ ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ ചെയ്യണുള്ളൂ. കച്ചവടം കാണാനല്ല വിശേഷം കാണാനല്ല വിശേഷം കാണാനാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ മുതലല്ലേ നമ്മളെ വിശേഷം തന്നെ ആവാം. ഇപ്പോൾ ഒന്നാമത് തിരക്കായിട്ടാണ് ചെയ്യാത്തത്. പിന്നെ മിഞ്ഞാന്ന് വീഡിയോ ഇല്ലാത്തതിന് കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വിശേഷം അപ്ലോഡ് ചെയ്തു, പക്ഷെ അത് നമുക്ക് റെഡി ആയി കിട്ടിയില്ല. അതിൻ്റെ പിറ്റേന്നാണ് യൂട്യൂബ് അതിനുള്ള പെർമിഷൻ തന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ പിറ്റേന്നാണ് നമുക്കത് അപ്ലോഡ് ആവാൻ റെഡി ആയി വന്നത് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുത്ത് വെച്ചിരുന്നു, ചെറിയൊരു വിശേഷമാണെങ്കിലും എടുത്ത് വെച്ചിരുന്നു, പക്ഷേ അപ്ലോഡായില്ല. പിന്നെ വിശേഷങ്ങളൊക്കെ വരല്ലേ, വിഷുവായി ഓരോ പരിപാടികളായി ഇനി ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ചെറിയൊരു വിശേഷം കാണിക്കാമെന്ന് കരുതി. പിന്നെ എല്ലാവർക്കും 27 ആശംസകൾ അല്ലേ. നമ്മളിന്ന് 27 എന്തായാലും നോമ്പ് നോക്കാൻ കിട്ടിയിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ എല്ലാവരും നോക്കണം, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇന്നപ്പോൾ ഷീജയൊക്കെ ഈ നോമ്പ് കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ച്. അപ്പോൾ അത് സൂയിപ്പം നാളെ ഇപ്പം എന്തായാലും നോപ്പിക്കണം എന്നെ കൊണ്ട്. നോമ്പ് പറഞ്ഞു കഴിയാനായി. അപ്പോൾ ഇന്ന് എല്ലാവരും ഓരോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു 27 ചെറിയൊരു സ്പെഷ്യൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നേരെ നമുക്ക് അടുക്കളയിൽ പോയേക്കാം. അടുക്കള പോകല്ല, ഇവിടെ തന്നെയാണ്. അടുക്കളയ്ക്ക് പോകുന്നതിന്റെ മുന്നേ മഴ വരുന്നുണ്ട്. ഇപ്പോൾ 3 ദിവസമായിട്ട് 4 ദിവസമായിട്ട് ഭയങ്കര മഴയാണ്. എന്നും ഈ നേരത്ത് മഴയാണ്, ഇന്നും വരുന്നുണ്ട്. അപ്പോൾ മഴ ചെയ്താൽ പിന്നെ നമ്മൾ അടുക്കളയിൽ നിൽക്കാൻ പറ്റൂല, ഒന്നായിട്ട് വെള്ളം വരും കിട്ട്. അപ്പോൾ നമുക്ക് വേഗം അടുക്കളയിലേക്ക് തന്നെ പോവാം. പിന്നെ ഒരു കാര്യം, അപ്പൂസിന്റെ കോഴി മുട്ട ഇട്ടു കേട്ടോ. പിന്നെ ഒരു കോഴീനെ ജന്തു പിടിച്ചു കേട്ടോ. അതിന് ഒരു ക്ഷീണുണ്ട്, കണ്ടോ തൂങ്ങി നിൽക്കുന്നത് കാണിച്ചു കൊടുത്തേ. നമ്മൾ 2 കോഴികളെ അതിലെ ആണ് കോഴിക്ക് ഒരു ക്ഷീണുണ്ട്. പെണ്ണു കോഴി ഇന്ന് മുട്ട ഇട്ടു. അപ്പൊ നമ്മളെ കോഴിയുടെ മുട്ട അവിടെ അമ്മ ഞാൻ വിചാരിച്ചു പാന്റ് കീശാലാണെന്ന്. കോഴി വിരി. പക്ഷെ ഇതിന്റെ വെറൈറ്റി ചുരിദാർ കണ്ടിട്ട് ആൾക്കാർ പറയണ്ടാവും. പക്ഷെ ഇതിന് പറയില്ല. അന്ന് എടുത്താൽ നമ്മള് കഴിഞ്ഞ 115 ഉറുപ്പ്യല്ലേ അന്നത്തെ കച്ചവടത്തിൽ എടുത്ത ഇപ്പോഴും ഉണ്ടത്. ഫസ്റ്റ് കച്ചവടം ചെയ്തപ്പോ പഴയ വീട്ടിലൊക്കെ നമ്മൾ ഇതാ വിശേഷിട്ട് ചെയ്തത്. അന്ന് കഴിഞ്ഞ നല്ല തടിയൊന്നില്ലേ അന്നൊക്കെ, പിന്നെ കൊണ്ടിട്ടില്ലേന്നു ഇടാന്. അപ്പൊ ഞാനൊക്കെ ഒഴിവാക്കിയതായിരുന്നു. ഇപ്പൊ ഒന്ന് വെറുതെ അതാ മേലെ കയറിയൊക്കെ തട്ടിയപ്പോ കിട്ടിട്ടോ. അപ്പൊ എനിക്കൊരു പുതിയ പെട്ടപ്പോ കറക്റ്റാണ്. അപ്പൊ വലിഞ്ഞില്ലേ. എന്റെ കോഴി മുട്ടിട്ടുണ്ടോ അവിടെ? മുട്ട കത്തിയോടെ കുത്തി പൊട്ടിക്ക. ഇത്ര ചെറുത് ചെറിയ മുട്ട. നമ്മളെ പണ്ടത്തെ വിശേഷത്തിലെ വീഡിയോയിലുണ്ടല്ലേ 2-3 വർഷം മുന്നേ. ഇത് പിന്നെ വലിപ്പുണ്ടല്ലോ. കഴിഞ്ഞ കോഴി മുട്ട കുഞ്ഞി ഇത്ര ഭയങ്കര കളിയിലാണ്. തിരക്കാ. അപ്പൊ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താന്നറിയോ? എന്താ 27 സ്പെഷ്യല് തരിക്കഞ്ഞി. പെട്ടെന്നൊരു ഓർമ്മ പോയി. നമ്മള് തരിക്കഞ്ഞിട്ടുണ്ടാക്കുന്നത്. തരിക്കഞ്ഞി നിച്ചുണ്ടാവൂല്ലേ, റവ വെച്ചിട്ടുള്ള പായസം. അപ്പൂസിന് വലിയ ഇഷ്ടല്ലായി. അപ്പൂസ് കഴിക്കാൻ ഈ ഇതാണ്. അങ്ങനെ പൊട്ടിക്കണേ പൊട്ടിക്ക്. അത് മടി പൊട്ടണില്ല. ഞാൻ പൊട്ടിച്ചേരാം. അല്ലെങ്കിൽ മറ്റേ ഭാഗം കൊണ്ടാ പൊട്ടിക്ക. നമ്മളെ കയ്യില് നല്ലൊരു പണി ഇട്ടിട്ടാണ്. ചോര ബ്ലഡ് നിക്കണില്ല. മുറി ചെറുതാണ്, നല്ല ആഴത്തിൽ പോയിട്ടുണ്ട്. ചോര നല്ലോണം ഉണ്ടായിരുന്നു. അതിന്റെ ഒക്കെ വേദനയൊക്കെ ഉണ്ട് ഇന്നലെ. അതുകൊണ്ട് തന്നെ തട്ടാണ്. അമ്മ ഇത് പാല് ചാടുന്നു.
ഇപ്പൊ ഇന്ന് വിവിധ ആൾക്കാരൊക്കെ ബിസി, കുഞ്ഞുവാവ ഉണ്ടാവാനുള്ളതാണ് കൊണ്ടേക്ക്. എല്ലാരും ബിസിയുള്ള ദിവസമാണ്. നമ്മളെ വിളിക്കുന്നവരൊക്കെ എന്ന് പറയുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ്. ഒരാൾക്കാരെ നമുക്ക് വിളിക്കണ്ടിട്ട് അപ്പൊ മെക്സിക്ക ആയിട്ട് അപ്പൊ അപ്പൊ നമ്മളോട് കലത്തപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു താത്ത. പിന്നെ വേറെ വിശേഷം കൂടി നമുക്ക് പെരുന്നാളിന് ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. കമ്മല് ഇതുണ്ടോ, ഇത് ഇത്രേ കണ്ടാ മതി. ഇത് കണ്ടോ, ഇന്നലെ വണ്ടൂര് പോയപ്പോ നമ്മളെ വീഡിയോ കാണുന്ന വിജിത എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് വണ്ടൂരിന്ന് അപ്രതീക്ഷിതമായിട്ട് കണ്ടു കേട്ടോ. അപ്പൊ എനിക്ക് തന്നതാ, വാങ്ങി തന്നതാ. ഞാൻ പറഞ്ഞു അങ്ങോട്ട് മേടിച്ചു തരാം, അപ്പൊ സമ്മതിക്കണല്ല. പൂങ്ങോടുള്ളതാണ്. ഹായ് ഹായ് അമ്മ, ഒരു ഹായ് കൊടുത്തേ. അപ്പൊ ഇന്നലെ അങ്ങനെ വാങ്ങി തന്നു, ഇന്നലെ തന്നെ ഇട്ടു. അപ്പൊ ഇന്നലെ വിശേഷം എടുത്തിട്ടില്ല, അതുകൊണ്ട് ഇന്നലെ കാണിക്കാൻ പറ്റില്ല. അമ്മേ പിന്നെ നമ്മളെ വിശേഷത്തിലുള്ള ഒരുപാട് ആൾക്കാരെ നമ്മള് മാക്സി കച്ചവടം ചെയ്യപ്പോ കണ്ട് അല്ലേ, മുഖത്തോട് മുഖം കണ്ടു വീഡിയോ കോൾ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരല്ലേ. അപ്പൊ അല്ല പിന്നെ പറയണത് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരാണ്. അമ്മ അതിന് ഏലക്കായിട്ടുണ്ട് ഒന്നോ. അപ്പൂസിന്റെ കാലിന് കത്തിയോടെ വെച്ചാ അമ്മയ്ക്ക് എന്താ സുഖല്ലെന്ന് ചെറിയ പാട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഇനി വിഷുവിന് അടിപൊളിയായിട്ട് പാട്ടാടാം നമുക്കല്ലേ. എന്തേ അത് പാടിക്കളി പോരട്ടെ. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനനീരിൻ പൂവിരിൻ മുറ്റത്തോ കണ്ണാടി കവിളത്തോ. പാടിപ്പിക്കണ്ട, മതി. സുഖല്ല, ഇന്നൊരു ചെറിയ സുഖലായ്മൊക്കെ ഉണ്ട്. വേണ്ട, മതി. അപ്പൊ അടിപൊളി പാട്ട്, അടിപൊളിയാണ്. പുളിയാൻ നിക്കണ്ട അല്ലേ. അപ്പൊ നമ്മള് പാല് വെച്ച ചെമ്പല്ലത് നമ്മള് പാല് കാച്ചിയെന്ന് ഇതിലല്ലേ നമ്മള് പാല് വെച്ച്. ഇതിന്റെ 2 ഉണ്ട്. ഇതിന്റെ അത് നമ്മള് വാങ്ങിയതാ. ഇതിന്റെ ഇച്ചിരി വലുതാണ് അമ്മായി വാങ്ങിയത്. അതില് നമ്മള് തരിക്കഞ്ഞിട്ടുണ്ടാക്കുന്നത് നമ്മളെ സ്പെഷ്യൽ തരിക്കഞ്ഞിന്റെ പാലാണിത്. പാല് തിളച്ചിട്ടുണ്ട്. എനിക്ക് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. റവ ചൂടാക്കിട്ട് ഇത് പച്ചറവേണോ കുറച്ച് മതി. ഒന്നാമത്തെ മതി കഴിക്കാൻ. ഇന്നാണ് റവ അപ്പൂസേ ഒക്കെ പൊട്ടിക്കൂല്ലേ ജി? എന്തുകൊണ്ട് വത്തക്കൊണ്ടേ സ്പെഷ്യൽ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാറ്. വത്തക്കൊണ്ടേ മധുരം പഞ്ചസാര ആകെ 500 പ്രാവശ്യം കൊണ്ടിട്ടുള്ളൂ. അരക്കിലോ അല്ലെങ്കിൽ 2 കിലോ കൊണ്ടുവരണം. ഇപ്പൊ ശർക്കരയായിട്ട് നമ്മൾ ഉപയോഗിക്കല്. ഇപ്പൊ ശർക്കര ചായയാണ് കുടിക്കുക. അപ്പൂസ് മാത്രമേ പഞ്ചസാര ഇട്ട് ചായ കുടിക്കുള്ളൂ. കോഴിക്കോട് ഉഷാറില്ല. അതന്നെ അതിന് ജന്തു പിടിച്ചാണ് അതിന്റെ ബാക്കിൽ പോയിട്ട് അതിന് രക്ഷപ്പെട്ട് വന്നതാണ്. അതിന്റെ ഒരു ഇതിലാണ് ആ കോഴി. ആ കോഴിക്ക് ഇപ്പൊ നമ്മളെ കാണുന്നതൊക്കെ ഭയങ്കര ഇന്നൊരു നോൻപ് പോലെ തന്നെയാണ്. പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയല്ലേ എപ്പോഴും തരുമ്പോ ബാക്ക് ഭാഗം ചെത്തിട്ട് തരിക. മധുരില്ലാത്ത നോക്കി തരാം നമുക്ക്. അപ്പൊ ഇതിന്റെ പരീക്ഷ കഴിഞ്ഞു കേട്ടോ. പരീക്ഷ കഴിഞ്ഞപ്പോ ഇനി ട്യൂഷനിൽ ചേർത്തണം. ഇനി ട്യൂഷന് ചേർത്തണം. ഏപ്രിലിൽ തുടങ്ങുന്ന പറഞ്ഞിട്ടുണ്ട്. ഡേറ്റ് കറക്റ്റ് അറിയില്ല എന്നാണ്. ഇനി 10ാം ക്ലാസ്സിലേക്ക് നമ്മളെ ഫ്രണ്ടുകളൊക്കെ വത്തക്കാകുമ്പോ അപ്പൊ ഞാനും വാങ്ങും. താഴത്തെ പീടിയാണ്. എവിടെ പുറത്ത് പോവാണ് ചിലപ്പോ നമുക്ക് വത്തക്കാണ്. ചാടിയില്ലേ? അത് വേണ്ട, കഴിക്കളാ. കൊണ്ടുവരോ കൊണ്ടുവരോ. ഹായ് പറഞ്ഞ ഹായ്. എവിടെ ഹായ് ഇല്ലേ? ഹായ്. ഞാൻ പിടിക്കണോ?
അയ്യോ കൊണ്ടുപോയിക്കോ എങ്ങോട്ടാണ് പോണേ? ഉരുട്ടിക്കോടാ, ചവിട്ടി പോയിക്കോ. കൊണ്ടോട്ടോ അങ്ങനെ പോട്ടെ പോട്ടെ. പോയി കുറച്ചേരം ഇപ്പൊ അങ്ങനെ കിട്ടൂല. ചെറുപ്പത്തിൽ ഫുൾ ടൈം വന്നപ്പോ കുറച്ച് വലുതായി. കുട്ടികളെ കളിക്കണ്ട്. നമ്മൾ ചെറിയ വത്തക്ക തന്നെ ഉണ്ട്. പിന്നെ എല്ലാരും ഈ വിശേഷം കാണുന്നത് നോമ്പ് തുറന്നിട്ട് കൊണ്ട് കുഴപ്പമില്ല. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇത് മൂടൊക്കെയാണ്ട് സ്മെല്ല് വരുന്നുണ്ട്. ആമാ പാല് മറന്നാ കുറച്ചേരം വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇതൊന്ന് കുറുക്കി വരട്ടണ്ട. അപ്പൊ നെയ്യ് ഒഴിച്ചു. നമ്മളെ കഞ്ഞി റെഡി. റവ കഞ്ഞി, തരിക്കഞ്ഞി അങ്ങനെയൊക്കെ പറയാട്ടോ. നമ്മളവിടെ തരിക്കഞ്ഞി അറിയില്ല ചെറുപ്പത്തില്. റവ കാച്ചിയതും റവ കാച്ചിയതും പറയില്ല. കിളിയല്ലേ പറയുന്നമ്മ? ആ തലകളുടെ ബന്ധന അല്ല, മുടിന്റെ കളർ കണ്ടിട്ട് ഇങ്ങനെ പോയി എന്റെ തലേന്റെ അടുത്ത് കൂടെ പോയി പാറില്. മുന്തിരി മുന്തിരി ഇപ്പം 27:30 പറഞ്ഞു. നമ്മളിനി ചെറിയൊരു പലഹാരം കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് എന്തായാലും സ്പെഷ്യൽ ഉണ്ടാക്കണം എന്നാ പറയാല്ലേ? പിന്നെ ഇത് ഞങ്ങളിതിന് ചുമന്നുള്ളി അറിയും, ചെറിയുള്ളി പറയും, ചിലർ ചീരുള്ളി അറിയും, ചില സ്ഥലത്തേക്ക് കൊച്ചുള്ളി അറിയും. ചീരുള്ളി എന്നറിയാം, ചുവന്നുള്ളി അറിയും ഒക്കെ പറയും. അപ്പോൾ ആ സാധനം കൂടി ഇതിലിട്ടിട്ട് മൂപ്പിച്ചിട്ട് ഒഴിക്കും. പോരെ. ഇത് ഉണ്ടാക്കാൻ നമുക്ക് ഭയങ്കര ഈസിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. നോൻപിന്റെ തുറവിക്കുന്നത് ഒഴിച്ചിടൂല. കുടിക്കാൻ പറ്റുന്ന ഒരു സാധനല്ലേ, അതുകൊണ്ട് തന്നെ അത് ഒഴിച്ചിടാൻ പറ്റൂല. പിന്നെ ഈ ഇഫ്താർ ഉണ്ടാകുമ്പോൾ ലേക്കത്തിന് തരിക്കഞ്ഞി ഉണ്ടാവും. വയറൊന്നും അറിയുന്ന പെട്ടെന്ന് മുന്നിൽ ഉള്ള സാധനം. ചായ കുടിക്കുന്നത് നല്ലതാണല്ലോ, ചായ ചൂടല്ലേ. എന്നാലും അതിന് എല്ലാ സാധനങ്ങളും ഒഴിച്ചില്ലേ, നെയ്യ് മണ്ടി മുന്തിരിയൊക്കെ ഇപ്പൊ ഉണ്ടാക്കണ്ട. ഈ 17 ഇപ്പൊ എന്തായാലും ഇപ്പൊ എല്ലാവരും ഏകദേശം സ്പെഷ്യൽ ഉണ്ടാക്കണ്ടാവും ആൾക്കാർ. ആദ്യം ഉണ്ടാക്കലുണ്ട്, പക്ഷെ ഈ പ്രാവശ്യം ഉണ്ടാക്കിയില്ല. ഈ പ്രാവശ്യം ഇറച്ചിയും പത്തിരി ഉണ്ടാക്കിയെന്നല്ല. നോമ്പ് നോറ്റില്ല, ഇറച്ചി പത്തിരി ഉണ്ടാക്കി ഒന്നും കഴിയില്ല. പക്ഷെ നമ്മള് നാളെ എന്തായാലും നമുക്ക് നോമ്പാണ്. അപ്പോൾ നമ്മളെ ചെറിയ ഉള്ളി ആയിട്ടാം. എന്റെ കൈമ നട്ടോ ചട്ടി പറയാൻ പറ്റൂല, ചൂട് റെഡി. ചൂടാറട്ടെ കേട്ടോ, നല്ല ചൂടുണ്ട്. ഇത്ര കട്ടി ഉണ്ടാവുള്ളൂ അല്ലേ? ഇനി അത് ചൂടാകുമ്പോഴേക്കും ഒന്നുകൂടി കട്ടിയാവോ? അപ്പൊ ഇനി നമ്മളിപ്പോൾ കുടിക്കില്ല. നമ്മളത് 7 മണിയൊക്കെ ആകുമ്പോഴത്തേനെ കുടിക്കുള്ളൂ. കുളി എല്ലാം കഴിഞ്ഞിട്ട് അല്ല, എല്ലാരും നോമ്പ് തുറക്കുന്നത് നമ്മളും കഴിക്കാവുള്ളൂ. കലത്തപ്പം ഉണ്ടാക്കാണ്ട്. അപ്പൊ നാളെ ഇനി വേറെ നമുക്ക് വിശേഷമായിട്ട് വരാം. അപ്പൊ തിരക്കായിട്ടാണ്, എല്ലാവർക്കും അറിയാലോ നമ്മളെ ഭയങ്കര തിരക്ക് നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ വിശേഷം നമുക്ക് ചെയ്യാറില്ല. പക്ഷെ എന്നാലും ഡെയിലി നമ്മൾ വരും എന്തെങ്കിലും ഒരു വിശേഷമായിട്ട് അല്ലേ? അപ്പൊ എന്നാല് നാളെ പുതിയ വിശേഷമായിട്ട് വരാം. ബൈ.